ഇന്നലെ രാത്രിയിലൊക്കെ സംഭവിച്ചതാവണട്ടാ. അതുകൊണ്ട് എത്തോ നോക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാ. വായോട്ടാ. നമ്മുടെ വീട്ടിലത്തെ ഒരു വലിയൊരു മുരിങ്ങക്കൊമ്പ് ഒടിഞ്ഞു വീണു. അത് ഇന്നലെ രാത്രിയിലൊക്കെ സംഭവിച്ചതാവണട്ടാ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ വളരെ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നണേ. കാരണം നമ്മളെ കൂടെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്തേക്ക് ഇതിങ്ങനെ ഒടിഞ്ഞു വീണെന്ന് വെച്ചാലോ. അപ്പൊ അങ്ങനെ വലിയ എന്താ പറയാ, അതിന്നൊരു ഭാഗ്യം നമുക്ക്. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ വീണ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ക്യാബേജ് ഒക്കെ നിൽക്കുന്ന ഒരു ഭാഗമാണ്. അത് കാരണം തന്നെ ക്യാബേജിനൊന്നും സംഭവിച്ചിട്ടില്ല. നേരെ മറിച്ച് ഇപ്പുറത്തേക്ക് വീണെന്ന് വെച്ചാൽ നമ്മുടെ തക്കാളി നിൽക്കുന്ന സ്ഥലം. തക്കാളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തൊടുമ്പിക്ക് ഒടിയും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുരിങ്ങക്കൊമ്പ് വീണാലും നമുക്ക് ഒരു കുഴപ്പമില്ല. എന്താ പറയാ, ഒന്നിനും കേടും സംഭവിച്ചില്ലല്ലോ. പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുരിങ്ങമ്മ അങ്ങനെ കായ ഉണ്ടാവാറില്ല. നമുക്ക് ആദ്യം ഒരു മുരിങ്ങ ഉണ്ടായിരുന്നു, നന്നായിട്ട് കായ ഉണ്ടാവുമായിരുന്നു കേട്ടാ. ഞാനിങ്ങനെ നമ്മുടെ ഇതേപോലെ മതിലരുത്ത് മാത്രമായിരുന്നു. അപ്പൊ ഒക്കെ ഇങ്ങനെ റോട്ടിലേക്ക് നിൽക്കുക. അപ്പൊ പുറത്തു കൂടെ പോണോരെ തന്നെ ആരെങ്കിലും ചോദിച്ചാൽ പറയും ഞാൻ പൊട്ടിച്ചെടുത്തോളാം. അങ്ങനെയായിരുന്നു. പിന്നീട് ആ മുരിങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മതിലിന് ജാമായിട്ടേ കംപ്ലൈന്റ് വരുന്നത് കണ്ടപ്പോഴാണ് നമ്മളത് മുറിച്ചു കളഞ്ഞത്. എന്നിട്ട് ഈ ഒരു മുരിങ്ങ എന്ന് പറയുന്നത് എല്ലായിടത്തും മുരിങ്ങ ഉണ്ടാവണേക്കാളും മുന്നേ ചില മുരിങ്ങകളില്ലേ വേഗം കായ ഉണ്ടാവണത്, അങ്ങനത്തെ മുരിങ്ങ എന്ന് പറഞ്ഞിട്ട് മേടിച്ചു വെച്ചതാ. പക്ഷെ ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല. ഇതിപ്പോ ഇത്രയും വലിയ മുരിങ്ങയായിട്ട് പോലും ഇപ്പൊ ഈ ഒരു ഇത്രയും വലിയൊരു കൊമ്പ് വീണിട്ടില്ലേ, ഇത് ആകെ 2 മുരിങ്ങക്കായാണ് ഉള്ളത്. അത് ഇതിൽ എടുക്കണുണ്ട്. അത് നമുക്ക് എടുക്കാൻ എന്തായാലും. ഒരെണ്ണം കൂടി 2 മുരിങ്ങ. അപ്പൊ ഈ മുരിങ്ങ വീണോണ്ട് നമുക്ക് പോയോണ്ട് വിഷമില്ല. പിന്നെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും സംഭവിച്ചില്ലല്ലോ. കാരണം അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പറമ്പിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ കറിക്ക് ഒരു ചേഞ്ച് വന്നു. മുരിങ്ങക്കായ കൊണ്ടുള്ള ഒരു കറിയായിട്ട് വെക്കുന്നത്. അപ്പൊ നമുക്കതിന് മായം പൊട്ടിക്കാം. കൈ കൊണ്ട് എത്തോ നോക്കട്ടെ. പിന്നെന്ന് പറഞ്ഞാൽ ചക്കുകുരു ഇരിക്കുന്നുണ്ട്. പരിപ്പും മാങ്ങയും മുരിങ്ങക്കായും ചക്കുകുരും ഒക്കെ ഇട്ടുള്ളൊരു കറി വെക്കാട്ടെന്ന്. പക്ഷെ ഞാനിന്ന് പറമ്പിലേക്ക് ശരിക്കും ഇറങ്ങിയത് ഈ കറി വെക്കണം എന്നുള്ള ഉദ്ദേശത്തിലൊന്നല്ല. നമ്മുടെ യൂണിക് ഫാമിലിയിലത്തെ ചേച്ചി ഒരു കറി പറഞ്ഞു തന്നിട്ട്, കോളിഫ്ലവർ കൊണ്ട് വെക്കണ കറി. അപ്പൊ നമുക്ക് ആദ്യം ആ കോളിഫ്ലവർ കൊണ്ട് പൊട്ടിച്ചെടുക്കാൻ. നമ്മുടെ കോളിഫ്ലവറിന്റെ ടൈം കഴിഞ്ഞു തുടങ്ങി. അതുകൊണ്ടാണ് നോക്കി ഈ കോളിഫ്ലവറിന് ഇലയൊന്നും ഇല്ല, കോളിഫ്ലവർ മാത്രമായിട്ട് നിൽക്കണ കണ്ട. നമ്മുടെ കോഴികൾക്ക് പിന്നെയുണ്ടല്ലോ ഇന്ന് നമ്മുടെ ക്യാരറ്റ് എല്ലാം പറിക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് അതും പറിക്കണം നമുക്ക്. നമ്മുടെ കറിയൊക്കെ വെച്ച് വന്നതിന് ശേഷം നമുക്ക് ക്യാരറ്റ് പറിക്കാൻ വരാം. ഞാനുണ്ടല്ലോ ഇന്ന് പരിപ്പ് മാങ്ങി മുരിങ്ങക്കായാണ് കറി വെക്കുന്നത് പറഞ്ഞല്ലോ. അപ്പൊ ഇതാ ഒരു 1/2 ഗ്ലാസ് പരിപ്പ് നമ്മൾ നന്നായി കഴുകി വാരിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നേരെ കുക്കറിലേക്ക് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ പരിപ്പ് വേവാനായിട്ട് 2 ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലായത് തീ കത്തിട്ട് നമ്മുടെ കുക്കർ മൂടിക്കാം. പിന്നെ എൻ്റെ ഈ പരിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വിസിൽ മതിയിട്ട്. 1 വിസിൽ വന്ന് അതിൽ ടയർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പരിപ്പ് നന്നായി വേവാറുണ്ട്. പല പരിപ്പുകൾക്കും പല വേവാണ്. അപ്പൊ അതനുസരിച്ച് വേവിച്ചെടുത്തോളട്ടെ. നന്നായിട്ട് വേവട്ടെ നമ്മുടെ പരിപ്പ്. അപ്പൊ നമ്മുടെ പരിപ്പ് ഇടിന്ന് വേവട്ടെ. നമ്മുടെ പരിപ്പ് മായും മുരിങ്ങക്കായ വെക്കാനായിട്ട് നോക്കിയാൽ ഒരു 1.5 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് ചക്കക്കുരു, അതേപോലെ ഒരു മാങ്ങ, ഒരു ചെറിയൊരു കുമ്പളങ്ങ, ഒരു കഷ്ണട്ട, അതേപോലെ കോളിഫ്ലവർ. അതിന് നമ്മളിത് മുഴുവൻ എടുക്കില്ല. ഞാൻ ഇതിൻ്റെ ഒരു നന്നാക്കി വരുമ്പോൾ എത്രയാണോ അത്ര ആവശ്യത്തിന് എടുക്കുള്ളൂ കേട്ടോ. അപ്പൊ ഇതൊക്കെ നമുക്ക് നന്നാക്കി എടുക്കാം.
മുരിങ്ങക്കായൊക്കെ ഇതേപോലെ നീളത്തിൽ ഓരോ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ മുറിച്ചെടുക്കണേ കേട്ടോ. ചക്കക്കുരു നമുക്കുണ്ടല്ലോ ഇതാ ഇങ്ങനെ നീളത്തിലാണ്. ചക്കക്കുരുവിൻ്റെ ഈ എന്താ പറയുക, ഈ ഒരു കളറൊന്നും കളയണ്ട കേട്ടോ. വെറുതെ മുകളിലത്തെ പോള മാത്രം കളഞ്ഞാൽ മതി. കണ്ടതേപോലെ വെറുതെ 4 കഷ്ണാക്കിയിട്ടാണ് ഇടുന്നത് കേട്ടോ. ഇനി നമുക്കിതാ മാങ്ങ നമുക്ക് തൊലി ചെത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ മാങ്ങയുടെ പുളിക്കനുസരിച്ച് മാങ്ങ ഇട്ടോളൂ. ഈ സമയത്ത് മൂവാണ്ട മാങ്ങ ഇത്തിരി എന്താ പറയുക ചനച്ച് തുടങ്ങിയൊരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് പുളി ഇത്തിരി കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മാങ്ങ മുഴുവൻ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കറിയിലേക്ക്. മാങ്ങ നമുക്കിതേ ഇതേപോലെ ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് ഇടാം കേട്ടോ. കുമ്പളങ്ങ നമുക്ക് തൊലി ചെത്തിയെടുക്കണം കേട്ടോ. കുമ്പളങ്ങയുടെ ഉള്ളിലത്തെ ഇതാ ഈ ചോറ് പോലത്തെ ഒരു സംഭവമുണ്ട്. ഞാൻ ചോറെന്ന് കേട്ടോ പറയാം. കുമ്പളങ്ങയുടെ ഈ ചെറിയ കുരുവിനെയാണ് നമ്മൾ ഈ ചോറെന്ന് പറയുന്നത്. കുമ്പളങ്ങയുടെ അത് കളഞ്ഞിരിക്കണം കേട്ടോ. എന്നിട്ട് അത്യാവശ്യം ഒരു വലിപ്പം കണ്ട ഈ ഒരു വലിപ്പത്തിൽ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കോളിഫ്ലവർ നന്നാക്കിയെടുക്കാം. കോളിഫ്ലവർ എനിക്ക് അധികം വേണ്ട കേട്ടോ. ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് എടുക്കാം. ഇതായാലും ഇതാ ചെറിയ പീസുകളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. കാരണം ഇത്രയും നല്ല പീസുകൾ മതി കേട്ടോ. കോളിഫ്ലവർ നന്നാക്കി കഴിഞ്ഞപ്പോൾ അതിലേക്ക് നോക്കി നല്ല ചൂടുള്ള കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു തുണ്ട് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെ അവിടേക്കാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളത്. ഈ വെള്ളത്തിൽ ഇങ്ങനെ തന്നെ ഒരു 5 മിനിറ്റ് നേരം കിടക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് കഴുകിയെടുക്കാം കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ എന്താ കുക്കറും തുറന്ന് നോക്കാം കേട്ടോ. നമ്മുടെ പരിപ്പൊക്കെ എന്തോരം വെന്തുണ്ടോ നോക്കാം. അപ്പോൾ ഇതാ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുകൊണ്ട് ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് പരിപ്പ് നന്നായിട്ട് നമ്മളിങ്ങനെ ഉടച്ചെടുത്തതിന് ശേഷം ഞാനിതാ ഒരു ചട്ടി നമുക്കിത് അടുപ്പത്തേക്ക് കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് ചട്ടിയിൽ കറി വയ്ക്കുന്നത് ഇഷ്ടമായ കാരണമായിട്ട് ഞാൻ പരിപ്പ് വെന്തതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അതെല്ലാം നേരെ കുക്കറിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ പിന്നീട് ആ കുക്കറിലേക്ക് തന്നെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ ചട്ടിയിലേക്ക് ഇതാ പരിപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ നമ്മൾ കഴുകി കൊണ്ടുവന്ന നമ്മുടെ കഷ്ണങ്ങളുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി കഴുകി വാരിയെടുത്തിട്ടുള്ള കഷ്ണങ്ങളാണ് കേട്ടോ ഇത്. ഇനി നമ്മൾ ഇതിലേക്കുണ്ടല്ലോ നോക്കിയാൽ 2 കതിര് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതാ 2 പച്ചമുളക് വെറുതെ നടുങ്ങനെ ചീന്തിട്ടാൽ മതി കേട്ടോ. പിന്നീട് നമുക്കിതിലേക്ക് നോക്കിയാൽ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് എരിവിനൊക്കെ അനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനത് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി പിന്നെ അതൊരു 1/4 ടീസ്പൂൺ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് നമുക്കിതിലേക്ക് ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പിന്നീട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടിതാ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിതിൽ ഇളക്കുമ്പോൾ കുറച്ചും കൂടി ഇതിൽ വെള്ളം ഒഴിക്കണം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാനിതാ ഈ ഒരു അളവിൽ നമ്മളിതിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്താ ഇങ്ങനെ ഇരിക്കണം. നമുക്കിതാ മൂടി വെച്ച് തീ കത്തിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ കൂടി ഇരുന്ന് വേവട്ടെ. നമുക്ക് പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് നാളികേരം കേട്ടോ. അപ്പോൾ 2 പിടി ഇങ്ങനെ പിടിച്ച് എത്രയുണ്ട് അത്രയും നാളികേരമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കണം. അതായത് നല്ല വെണ്ണ പോലെ അടിച്ചെടുക്കണ്ട, അന്ന് അടിച്ചിട്ടുണ്ടാവും വേണം. ആ രീതിയിലാണ് നമ്മൾ ഈ നാളികേരം ഒന്ന് അടിച്ചെടുക്കേണ്ടത് കേട്ടോ.
നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോഴേ ചിലപ്പോൾ പുറത്തേക്ക് തിളച്ച് പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. ഇനി നമുക്കൊന്ന് തീയൊന്ന് മീഡിയം ലെവലിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഞാനുണ്ടല്ലോ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതായത് എനിക്ക് നമ്മുടെ യൂണിക് ഫാമിലിയിലത്തെ പാർവതി രാജ്കുമാർ ആണ് ഈ ഒരു കറി പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. കോളിഫ്ലവർ കൊണ്ടുള്ളൊരു കറിയാണ്. ഇരുമ്പ് ചീനച്ചട്ടിയിൽ തന്നെ വെക്കുന്നതാണ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പറഞ്ഞു തന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ കഴുകിയെടുത്ത് നമ്മുടെ കോളിഫ്ലവർ നേരെ നമ്മൾ ഈ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അതിലേക്ക് നമ്മളിതാ മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കണേ. അപ്പം ഞാനിതാ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഉപ്പും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഉപ്പും പൊടിയൊക്കെ എപ്പോഴും ഇടുമ്പോൾ സൂക്ഷിച്ചിട്ടോളൂ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവാനുള്ള കുറച്ച് വെള്ളം. നമുക്കറിയാം കോളിഫ്ലവറൊക്കെ പെട്ടെന്ന് വേവും. പിന്നെ നമ്മൾ ചെറുതാക്കി തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളതൊക്കെ കേട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പം ഞാനിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് മൂടി വെച്ച് ഞാനിതാ തീ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഇരുന്ന് വേവട്ടെ. ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് നോക്കാം. അപ്പോൾ നോക്കിയാൽ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു മുരിങ്ങക്കായ എടുത്തിട്ട് നമുക്കൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി നോക്കാം കേട്ടോ. കണ്ട അപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മളുണ്ടല്ലോ അടിച്ചു വെച്ച് നമ്മുടെ നാളികേരം ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഈ നാളികേരം ഒഴിച്ചല്ലോ. നാളികേരം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തിളയ്ക്കണ്ട കേട്ടോ. നാളികേരം ഒഴിച്ച് ഇങ്ങനെ തള വരുന്നോട് കൂടിയിട്ട് നമ്മളിത് ഓഫ് ചെയ്യണം. തിളപ്പിക്കരുത്. അപ്പോൾ കറിയുടെ ടേസ്റ്റ് മുഴുവൻ പോട്ടാ. നമുക്കറിയാം ഈ ഒരു അരുവശമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ചൂടായി വരുന്ന ഒരു രീതി അതേപോലെ ആയി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതായത് ഒഴിച്ച് വെറും നിസ്സാര സമയം അത്രയും വേണ്ടോ കണ്ട. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. നമ്മളിതാ ചട്ടി കൂടെ ഇറക്കി വയ്ക്കുന്നുണ്ട്. തീ കത്തിച്ച് ചീനച്ചട്ടി ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ കൂട്ടാനൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചീനച്ചട്ടി ചൂടായി വന്നപ്പോൾ നോക്കി നമ്മൾ എനിക്ക് ഇത്തിരി വെളിച്ചെണ്ണ കേട്ടോ. ഒരു 2 ടീസ്പൂൺ അവിടേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവണം കേട്ടോ. ചീനച്ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചീനച്ചട്ടി എന്ന് പറയുന്നത് ചീനച്ചട്ടി ആയ കാരണമായിട്ട് ചൂടാകുമ്പോൾ തന്നെ ഇതേപോലെ പുകയാണ്. അപ്പോൾ നമുക്കിത് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് തുറക്കാം കേട്ടോ. കടുക് പൊട്ടി തുടങ്ങി അപ്പോൾ തന്നെ ഞാൻ 3 വറ്റമുളക് നടുമുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു കടുക് കറിവേപ്പില ഒന്ന് നമുക്ക് ഇറക്കി കൊടുക്കാം. ആ മുളകിൻ്റെ ഇച്ചിരി കളർ ഇങ്ങനെ മാറി വരുമല്ലോ. ആ സമയത്ത് നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് നേരെ നമുക്ക് ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് ചാവക്കെടുത്ത് കൊടുക്കാം. നമ്മുടെ കറി റെഡിയായിട്ടാണ്. നല്ല രസമുള്ളൊരു കറിയാണ് കേട്ടോ. അത് പെട്ടെന്ന് എളുപ്പത്തിലൊക്കെ വെക്കാൻ പറ്റണ ഭയങ്കര ഈസിയായ ഒരു കറി. അത് മാത്രമല്ല ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പം തന്നെ ഞാൻ ഈ ചീനച്ചട്ടിയിൽ കുറച്ച് പപ്പടം വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചീനച്ചട്ടി നല്ല ചൂടായിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പം ഒന്ന് തീ എത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുമ്പോഴേ പെട്ടെന്ന് തന്നെ ആ വെളിച്ചെണ്ണ ചൂടായിരിക്കും വേഗം കിട്ടും. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ നമ്മളിത് അതിലേക്ക് പപ്പടം ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനുണ്ടല്ലോ നമ്മുടെ മൂടി ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി നമ്മുടെ കോളിഫ്ലവർ വെന്തിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം കേട്ടോ. കൃത്യ വെള്ളമൊക്കെ ആയിരുന്നു. അതൊക്കെ വലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മോട് പറഞ്ഞിട്ടുള്ളത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുരുമുളക് പൊടി അത്ര മാത്രം മതി, വേറെ ഒന്നും ചേർക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണേക്കാളും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനൊരു എരിവ് ഉണ്ടാവണമല്ലോ. പിന്നെ അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒരു 1.5 ടീസ്പൂൺ അവിടേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. ആ ടേസ്റ്റിൻ്റെ നല്ല രസമുണ്ട് കേട്ടോ. വെറുതെ ഇങ്ങനെ തിന്നാനായിട്ട് നല്ല ടേസ്റ്റ് തോന്നിയിട്ടാണ്. പാർവതി ചേച്ചി താങ്ക്സ്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ എൻ്റെ കറി.
അപ്പോൾ ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടാണ്. പിന്നെ നമ്മുടെ കോളിഫ്ലവർ കറി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും ഇതിൽ കുരുമുളക് പൊടി മാത്രമേ ഉള്ളൂ എങ്ങനെയാണെന്ന്, പക്ഷെ അങ്ങനെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം പാർവതീസിനോട് ഒന്നുകൂടി പറയാം താങ്ക് യു കേട്ടോ. അപ്പം ഇത് നമ്മുടെ ക്യാരറ്റ് പറിക്കാറായിട്ടുള്ളതാണല്ലോ, നമുക്ക് അങ്ങോട്ട് പോകട്ടെ. കേട്ടോ, നമ്മുടെ ക്യാരറ്റ് പറിക്കാൻ പോണേക്കാളും മുന്നേ നോക്കി നമ്മുടെ വിയറ്റ്നാമിൽ വേറെ പുതിയ പ്ലാവാട്ടത്. ഇതിപ്പോ 2ാമത്തെ വർഷമാണ്. ആ വെച്ചിട്ട് 2 വർഷമായിട്ടുള്ളൂ. അപ്പൊ നോക്കിയമ്മ ചക്ക ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്ക് പാവം തോന്നും, നമുക്ക് പിടിച്ച കടയ്ക്ക് നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചെത്തും, അത്ര വണ്ണമുള്ളോട്ട് ആ പ്ലാവിന്. അതിനാണ് ഈ 2 ചക്ക ഉണ്ടായി വെക്കണേ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയ്ക്ക് ഉണ്ടായ കാരണം ഒടിയാണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ മുട്ടി നിലത്ത്. അപ്പൊ ഞാനേ അടിയിലൊരു ചെറുതായിട്ടൊരു കുഴി എടുക്കാനാ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് നാശവും ഇതിന്റെ അടിവശം. വലുതായി വരുന്നതനുസരിച്ച് ഇതേപോലെ കുഴിയിട്ട് തുടക്കാം. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് പറിക്കാൻ പോവാ കേട്ടാ. പിന്നെ ഇത് നമ്മുടെ ബ്രൊക്കോളി ഉണ്ടാ. ബ്രൊക്കോളിനൊക്കെ ഉണ്ടാവേണ്ട ടൈം കഴിഞ്ഞു. നമ്മൾക്ക് ഇത് പൊട്ടിക്കാനൊക്കെ കിട്ടിയിട്ടുണ്ട്, നമ്മൾ കറി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഇലകളുണ്ടല്ലോ ഇപ്പോഴും നമ്മള് തോരൻ വെക്കാനോ അല്ലെങ്കിൽ പിന്നെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോ അതിലൊക്കെ ഇങ്ങനെ ചേർത്തിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കൂട്ടാ. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ടേസ്റ്റ് കുറവൊന്നുമില്ല ഇപ്പൊ ചപ്പാത്തിയിലേക്ക്. എന്തുട്ടായാലും അല്ലല്ലേ, അതിൻ്റെതായ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ ക്യാരറ്റ് കേട്ടാ. ക്യാരറ്റ് ഒക്കെ ശരിക്കും പറിക്കേണ്ട ടൈം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആവശ്യത്തിനൊക്കെ ഇതേപോലെ ഇടയ്ക്ക് പറിച്ചെടുക്കൂട്ടാ. ഇന്ന് പക്ഷെ എല്ലാതും പറിക്കണം നമ്മള്, കാരണം ഇനി നിർത്തി ഞാൻ ചെയ്യും. കാരണം ചിലതൊക്കെ ഇടയിൽ ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കണതൊക്കെ നമ്മുടെ പറിച്ച് കഴിഞ്ഞ സ്ഥലങ്ങളാട്ടാ. ഈ പുല്ല് നിൽക്കണ ഈ ഭാഗത്തേക്കും ഇപ്പൊ ഒരു മാക്സിമം ഒരു 5-10 കടയും കൂടി ഉള്ളോട്ടെ. ബാക്കിയെല്ലാം നമ്മുടെ ഓരോ ആവശ്യത്തിന് ദിവസങ്ങളിൽ ഇടയ്ക്ക് ഇങ്ങനെ പറിക്കാറുണ്ടായിരുന്നു. ഇവിടെ ഒരാള് ചീഞ്ഞു പോയിട്ടാ. നമ്മുടെ ശ്രദ്ധ ഒന്ന് കുറഞ്ഞേലാണ് കണ്ടത് ചീഞ്ഞു. ഓക്കെ, കട പോയി. കാരണം ഇവർക്ക് നനവധികം പാടില്ല. എന്നാലും ആ കടവശം ഒന്ന് ചീഞ്ഞു പോയിട്ടുള്ളൂട്ടാ. ഓക്കെ, കണ്ട. നമ്മൾ ഇതിനു മുന്നേ കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ക്യാരറ്റ് പറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് അന്ന് പക്ഷെ ഇതിനും കൂടുതൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മുന്നേ പറിക്കുമ്പോ നല്ല നീളമുള്ള നല്ല ക്യാരറ്റായിരുന്നു. ഇതിപ്പോ കണ്ടവിടെ ചീഞ്ഞു തുടങ്ങി. ഇതിപ്പോ നേരെ വൈകേണ്ടി ആയിരിക്കും, എന്താ പറയാ, ഈ ചീച്ചലും ഒക്കെ വന്നത്. നമ്മുടെ വീട്ടാവശ്യത്തിന് എന്നാലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 കട പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മെഴുക്കുപുരട്ടി ഉണ്ടാക്കാനുള്ളത് കിട്ടാറുണ്ട് കേട്ടാ. ഇപ്പൊ കണ്ട നമ്മൾ ഇത്രയും പറിച്ചല്ലേ ഉള്ളൂ. ഇപ്പൊ 4 കടയല്ലേ പറിച്ച്, 3 കട പറിച്ചിട്ടുള്ളൂ നമ്മള്. ഇത്രയും കിട്ടിയില്ലേ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വട്ടത്തേക്കാളും നീളം കുറവുള്ള പോലെ തോന്നി പ്രാവശ്യം. കാരണം ചിലത് കിട്ടി നല്ല നീളത്തിൽ. ഇതൊക്കെ ഇങ്ങനെ നല്ല നീളത്തിൽ കിട്ടിയണ്ട, നമ്മള് സാധാ കയറ്റി പിടിക്കുന്ന പോലെ.
അപ്പൊ നമ്മുടെ കാറ്റ് പറക്കല് കഴിഞ്ഞുട്ടാ. ഇനി നമ്മുടെ കാറ്റ് കൊണ്ടുള്ള നല്ല ജ്യൂസും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കാട്ടാ. കുട്ടികളെ ഞാനുണ്ടല്ലോ നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് കഴുകില്ല, കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് എടുക്കണം കേട്ടോ. ഞാനുണ്ടല്ലോ നമ്മുടെ ക്യാരറ്റിനെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കിതാ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ട്രിപ്പായിട്ടാണ് അടിച്ചെടുക്കുന്നത്. പിന്നെ നമ്മുടെ അതിലേക്ക് ഐസിന്റെ ഒരു ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ കുഞ്ഞു വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കുണ്ടല്ലോ എന്താ ഒരരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ ഈ ബാക്കിയുള്ളത് കൂടി നമുക്ക് അടിച്ചെടുക്കാം. നമുക്ക് ഈ ജാറൊക്കെ കഴുകി വെറുതെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ അരിച്ചെടുക്കണം. അപ്പൊ നമ്മളിങ്ങനെ അടിച്ച് നീരെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരിട്ട കുരുല്ലാണ്ട് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടാ. ഇനി നമ്മൾ ഇതിലേക്ക് ഉണ്ടല്ലോ മധുരത്തിനായിട്ടാ തേനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊക്കെ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് തേൻ ഒഴിക്കാം കേട്ടാ. ഇപ്പൊ ഞാൻ ഇതിൽ 2 ടീസ്പൂൺ തേനാണ് ഒഴിച്ചു കൊടുക്കണേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാരറ്റ് ജ്യൂസ് റെഡി ആയിട്ടാ. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുട്ടാ. ഈ കറി കാണുമ്പോഴേ ശരിക്കും അമ്മയൊക്കെ പണ്ട് വെക്കുന്ന ഒരു കറിയുടെ പോലെ ഇന്ന് ശരിക്കും കഴിച്ചാൽ തന്നെ പണ്ട് ഒരു നാടൻ കറി ആദ്യകാലത്ത് പഴയ കാലം ഓർമ്മ എനിക്ക് പോയി കറി കഴിച്ച. പിന്നെ കോളിഫ്ലവറിന്റെ കറിയിൽ നിന്ന് സ്മൃതിക്ക് ഒരാൾ പറഞ്ഞു കൊടുത്തതാ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ. അതെങ്ങനെയുണ്ട് നോടാ കറി കുഴപ്പമില്ല, രസം. പിന്നെ നമ്മുടെ ജ്യൂസ് നോട്ടാണ്. ശരിക്കും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാ ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് അത് കഴിക്കുള്ളൂ. പക്ഷെ നമ്മളിത് കഴിഞ്ഞ വരെ കാത്തിരിക്കുന്നുണ്ടോ അതിന്റെ രുചി പറയാനായിട്ട്. അത്ര രസമുള്ളത്. പിന്നെ നമ്മുടെ അവിടുത്തെ കാറ്റല്ലേ. ഇനി നമുക്കുണ്ടല്ലോ ഹായ് പറയാനുണ്ട് കേട്ടാ. അപ്പൊ ചേച്ചിമാരോടാണ് എനിക്കിന്ന് ഹായ് പറയാനുള്ളത്. ലത മുരളി, ഹായ് ലതേച്ചി. മോളി സണ്ണി, ഹായ് മോളിയേച്ചി. ഫിലോമിന ഷാജു, ഹായ് ഫിലോമിനേച്ചി. ഇനി നമ്മുടെ പാചകത്തിലേക്ക് പോവാട്ടാ. അയ്യോട്ടാ, ഇനി നമുക്കുണ്ടല്ലോ ക്യാരറ്റ് ഒലിവ് ഉണ്ടാക്കാം കേട്ടാ. അപ്പൊ നമ്മുടെ ക്യാരറ്റിലെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഇതാ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അരച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ.
അപ്പൊ നമ്മളുണ്ടല്ലോ ഒരു 1/2 കിലോന്റെ അടുത്തേക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മുടെ ഈ ക്യാരറ്റ്. അപ്പൊ നമുക്കിതാ തീ കത്തിച്ച് കുക്കർ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. 2 വിസിലോ അല്ലെങ്കിൽ 3 വിസിലോ അത്ര മതി കേട്ടോ. അപ്പൊ നമ്മുടെ ക്യാരറ്റ് നന്നായി വെന്തിട്ടുണ്ടാവും. ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ ഈ കുക്കറിൽ 2 വിസിൽ അടിച്ചാൽ മതി. അപ്പൊ നന്നായിട്ട് വെന്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് വേവട്ടെ. അതായത് വിസിൽ വന്ന് എയർ പോയതിനു ശേഷം തുറന്നാൽ മതി കേട്ടാ. 2 വിസിലൊക്കെ വന്ന് എയർ പോയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടാ. അപ്പൊ ഇതാ നമ്മുടെ ക്യാരറ്റ് വെന്തിട്ടുണ്ട്. ഞാനിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ട നന്നായി വെന്തിട്ടുണ്ട്. നമുക്കതിങ്ങനെ അമർത്തുമ്പോ തന്നെ വേണ്ട ഇങ്ങനെ ആവണത് ഇതേപോലെ വേണം കേട്ടാ. ഇനി നമുക്ക് ഇതുണ്ടല്ലോ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല അഴവിൽ തന്നെ അരച്ചെടുക്കാം. അപ്പൊ ഞാനിത് അരച്ചു കൊണ്ടുവരട്ടെ കേട്ടാ. അപ്പം നോക്കി നമ്മൾ നന്നായിട്ട് അടിച്ച് അതേപോലെ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് ജാറൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒപ്പം തന്നെ നമുക്കുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് നമുക്കൊരു കടായി ഇതേ അടുപ്പത്ത് കയറ്റാം. ഈ കടായും ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ. ഇനി നമ്മുടെ ഈ അലുവ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ നമ്മളിതാ നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ 2-ാം പാലും 3-ാം പാലും കേട്ടോ. 1.5 ഗ്ലാസ് വെള്ളം വിതടിച്ചിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് 1-ാം പാല്, അതായത് നമ്മൾ 1 നാളികേരത്തിൻ്റെ പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ അരിപ്പൊടി, പിന്നെ നമ്മൾ കശുവണ്ടി നെയ്യിൽ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. അപ്പം ഞാനൊരു 5 ടീസ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഉപ്പിട്ട. അപ്പോൾ നമ്മുടെ ഇതാ കടായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നോക്കി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഒരു 3 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നെയ്യൊക്കെ ഇതാ ഉരുകി വന്ന് തുടങ്ങി. അപ്പോൾ അതിലേക്ക് നമ്മൾ നോക്കിയാൽ നമ്മുടെ അടിച്ചു വെച്ച് നമ്മുടെ പപ്പായ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മധുരമൊക്കെ പിന്നെ നമ്മുടേതായ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ക്യാരറ്റിൽ അത്യാവശ്യം നല്ല മധുരമുള്ള ക്യാരറ്റ് തന്നെയാണ്. ഇനി നമുക്കുണ്ടല്ലോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നോക്കി നമ്മൾ നന്നായി ഇളക്കി കൊടുത്ത് നന്നായി തിളച്ച് ചെറുതായിട്ടൊരു കുറുകി വരുന്ന പോലെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കുണ്ടല്ലോ നമ്മുടെ അരിപ്പൊടി അതിലിതാ കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് കട്ടില്ലാതെ നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. അപ്പോൾ തീരെ കട്ട പാടില്ല. എന്താണെങ്കിൽ തീരെ കട്ടയുണ്ടെങ്കിൽ നമുക്കത് ഇതിലിങ്ങനെ പൊടി പോലെ എടുക്കും. അപ്പോൾ തീരെ കട്ടയില്ലാതെ തന്നെ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ മേലേക്ക് പൊട്ടിത്തെറിക്കും. കാരണം അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവണ വരും പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് നമ്മുടെ മേലേക്ക് ആവാത്ത രീതിയിൽ ഒരു അകലം പ്രാപിച്ച് തന്നെ നമ്മൾ നിന്നോളാം കേട്ടോ. ഇപ്പം നോക്കിയാൽ അത്യാവശ്യം ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ 2-ാം പാലും 3-ാം പാലും കൂടി ആക്കി വെച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്ന് നമ്മളിതാ കുറച്ച് പാലിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഇതേപോലെ നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് കുറുക്കി വരണ വരെ വീണ്ടും ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതേപോലെ നമ്മൾ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് 4-ാം പാൽ ഒഴിച്ചിട്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള നമ്മുടെ പാൽ കൂടി ഉണ്ടല്ലോ അതിതാ ഒരുമിച്ച് എല്ലാം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതും അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ നമുക്ക്. പൊട്ടിത്തെറിക്കണേ ഒരാകലം ആയിട്ട് വെക്കുക. നന്നായിട്ട് പൊട്ടിത്തെറിക്കണം. വെക്കുക. ഇപ്പൊ നോക്കി നമ്മള് 2-ാമതും പാലൊക്കെ ഒഴിച്ച് ഇതേപോലെ നോക്കിയ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കുണ്ടല്ലോ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കിയ ഒരു നുള്ളുപ്പിട്ടാ. ഇനി നമുക്കിതാ ഒന്നും കൂടി ഇളക്കി കൊടുത്ത് നമ്മുടെ 1-ാം പാൽ ഒഴിക്കട്ടെ. ഇനി
ഒന്നാം പാൽ ഇതാ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. കളയണ്ട നമുക്ക്, നല്ല കട്ടിയുള്ള പാലല്ലേ. ഇനി ഇതും നന്നായിട്ട് ഇത് നന്നായി വറ്റിച്ച് നമ്മുടെ ഈ പാത്രത്തിൽ കിടന്നിട്ട് നമ്മുടെ ഇതിങ്ങനെ എന്താ പറയാ പാത്രത്തിൽ പിടിക്കാത്ത രീതിയിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണം. അത്രയും നേരം നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം കേട്ടാ. വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ നമ്മുടെ മേലേക്ക് പൊട്ടിത്തെറിക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇത്ര അടുത്ത് നിന്ന് തന്നെ ഇനി നന്നായിട്ട് ഇങ്ങനെ എന്താ പറയാ കുറച്ചുകൂടി ഒക്കെ വെള്ളം എന്താ പറയാ ഇങ്ങനെ ഇതിൽ കിടന്ന് ഓടേണ്ട വിധത്തില്. ഇപ്പോഴായിട്ടില്ല, കുറച്ചും കൂടി ആവണം കേട്ടോ. അങ്ങനെ ആവണെങ്കിലേ ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് വരുന്ന പോലെ വന്നോണ്ടിരിക്കും. ഇപ്പൊ നോക്കിയേ, ഇതാണ് നമ്മുടെ അലുവയുടെ പാകട്ടാ. കണ്ട ഇതിൽ കിടന്ന് കണ്ട അടിയിലൊന്നും പിടിക്കില്ല. കണ്ട ഇങ്ങനെ കിടന്ന് ഓടണം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ കശുവണ്ടി നെയ്യിൽ വറുത്തുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഇത് വെള്ള എള്ളിട്ടാ, അതെന്താ കുറച്ചിട്ട് കൊടുക്കാം. നമ്മുടെ അലുവയുടെ പാകം എന്താ റെഡി ആയിട്ടുണ്ട്. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്യാണ്. എന്നിട്ടുണ്ടല്ലോ ഇതാ ഇതേപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലിതാ ചെറുതായിട്ടൊന്ന് നമ്മളിങ്ങനെ നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ എള്ളുണ്ടല്ലോ അതിതാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടായിട്ടാ നമ്മുടെ അലുവ ചൂടൊക്കെ ആറിയിട്ട് എടുക്കുമ്പോഴേ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം. എന്നിട്ട് തന്നെ ഒരു ടീസ്പൂൺ ചെറുതായിട്ടൊരു നെയ്യ് ഇങ്ങനെ തടവി കൊടുക്കുക. എന്നിട്ട് എന്താ ഈ ടീസ്പൂൺ നെയ്യ് പൊരുട്ടിയ കാരണമാണ് നമുക്ക് ഇത്രയും ഭംഗിയിൽ ഇങ്ങനെ മിനുസത്തിൽ ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റുന്നത് കേട്ടാ. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മുടെ ബാക്കിയുള്ള വെള്ള എള്ളുണ്ടല്ലോ അതിങ്ങനെ ആക്കി കൊടുക്കാം. നമ്മുടെ അലുവ റെഡിയായി. ഇനി ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ചൂടാറണം. ചൂടാറി കഴിഞ്ഞ് നമുക്കിത് ഇതിന് സുഖമായിട്ട് ഇങ്ങനെ അടർത്തിയെടുക്കാം കേട്ടാ. അപ്പൊ ഇത് നന്നായിട്ട് ചൂടാറട്ടെ. അപ്പൊ ഞാനിത് അകത്ത് കൊണ്ടുവച്ച് ചൂടാറ്റാം. ചൂടാറ്റിയതിന് ശേഷം വിനിങ്ങളെ കൊണ്ടുവന്നിട്ട് ഷായറിനൊക്കെ വിളിച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യാം കേട്ടാ. 2 മണിക്കൂർ നേരം നമ്മള് പുറത്ത് വെച്ച് ചൂടാറ്റിയതിന് ശേഷമായിട്ട് ഇപ്പൊ നമ്മൾ ഇത് എടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമുക്കിത് പതുക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ ആക്കിയാൽ മതി. നോക്കിതാ നോക്കിയേ, നമ്മുടെ അലുവ റെഡി. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കഴിക്കാനായാലും അതേപോലെ തന്നെയാണ്, നല്ല ടേസ്റ്റാ. ഇനി നമുക്ക് ഇതുണ്ടല്ലോ കട്ട് ചെയ്യാട്ടാ. ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. അപ്പൊ ഞാന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷായറിനെ വിളിക്കാം കേട്ടാ. ഭംഗി നോക്കിയേ. വായിൽ വയ്ക്കുമ്പോഴേക്കും നമ്മളിങ്ങനെ വായിൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തിയാൽ മതി. അത്ര അലിഞ്ഞു പോകും, അത്രയും ഇതിലാ. അത്ര രസമായി ശരിക്കും കാണുമ്പോഴേ. ആ കപ്പലണ്ടിക്ക് ഇടയിൽ കടിക്കുമ്പോഴില്ലേ ഭയങ്കര രസം.
ഇതേ നമ്മുടെ വീട്ടിലത്തെ എന്ത് സാധനം കൊണ്ടും അലുവി ഉണ്ടാക്കാറുണ്ട്. ഇവിടേക്ക് എന്ത് കിട്ടിയാലും അതിലൊരു ഭാഗം അലുവി ഉണ്ടാക്കും ശരിക്കും. ഇതിപ്പോ കാറ്ററിംഗ് കണ്ടില്ലേ, എന്താ രസം കാണാൻ തന്നെ. അപ്പൊ എല്ലാവരും ഇത് നോക്കിയോളോ, അത്ര സിമ്പിളാണ് ഇത്. നിർത്തല്ലേ? അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്